ഇന്ത്യ സഖ്യത്തിലെ സുപ്രധാന നേതാക്കൾ മത്സരിച്ച് വിജയിച്ച 6 മണ്ഡലങ്ങൾ, അതിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്, ഒരു നിയമസഭാ മണ്ഡലമുണ്ട്. ഇതിൽ വയനാടും റായ്ബറേലിയും ഉൾപ്പെടുന്നു. ഇവിടെ എല്ലാവരുടെയും വോട്ടർ പട്ടിക ക്രമക്കേട് ഉണ്ടായി എന്നുള്ള കാര്യമാണ് BJP ആരോപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വയനാട്ടിൽ 20,000-ലധികം വ്യാജ വോട്ടർമാർ, 17,000-ലധികം വ്യാജ അഡ്രസ്സുകൾ ഉണ്ടായി എന്നുള്ള കാര്യം അനുരാഗ് ഠാക്കൂർ BJP നേതാവ് അക്കമിട്ട് നിരത്തുന്നുണ്ട്. വയനാട്ടിൽ തന്നെ 2 ഇടത്തിലാണ്, ഏറനാട്ടിലും അതുപോലെ വണ്ടൂരിലും. ഇവിടെയെല്ലാം ഏറനാട്ടിൽ തന്നെ ഒരു അഡ്രസ്സിൽ 52 വോട്ടർമാർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള, അതായത് ഒരേ ആളുടെ പേര് തന്നെ പട്ടികയിൽ പല ക്രമ നമ്പറിലും വന്നു എന്നുള്ള കാര്യം കൂടി നിലവിൽ BJP കേന്ദ്ര നേതൃത്വം ഉയർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ തന്നെ റായ്ബറേലി മണ്ഡലം, അതുപോലെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ അഖിലേഷ് യാദവിൻ്റെ കനൗജ്, അഖിലേഷ് യാദവിൻ്റെ ഭാര്യയും SP നേതാവുമായിട്ടുള്ള ഡിംപിൾ യാദവ് വിജയിച്ചു വന്ന മെയിൻപുരി, TMCയുടെ ഡയമണ്ട് ഹാർബറിലൊക്കെ സമാനമായിട്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം തന്നെയാണ് BJP ആരോപിച്ചിരിക്കുന്നത്. वायनाड, रायबरेली, डायमंड हार्बर, कन्नौज, मैनपुरी, कोलाथुर विधानसभा, 5 लोकसभा 1 विधानसभा. अब इनमें देखिए किया क्या है. वायनाड में 93,499 डाउटफुल वोटर हैं, जिनमें से 20,438 डुप्लीकेट वोटर हैं. राहुल जी आप क्या कर रहे थे? प्रियंका जी आप क्या कर रही थी? आपके BLA क्या कर रहे थे? ആരോപണങ്ങൾ അവിടെയും നിൽക്കുന്നില്ല, സോണിയാഗാന്ധിയിലേക്കും നീളുന്നുണ്ട്. 1983 ഏപ്രിൽ 30 ഇന്ത്യൻ പൗരത്വം ലഭിച്ച സോണിയയ്ക്ക് പക്ഷേ 1980 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 1983 ജനുവരിയിലും അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു. അവരുടെ സഫ്ദർജംഗിലെ അഡ്രസ്സിൽ എന്നുള്ള കാര്യമാണ് രേഖകൾ ഉയർത്തിക്കാട്ടി ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ, അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങളെല്ലാം പൊള്ളയാണ്, എല്ലാം വ്യാജമാണ് എന്നുള്ളൊരു പ്രത്യാക്രമണം കൂടിയാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ, കോൺഗ്രസിനെതിരെ തന്നെ തിരിച്ചുവിടാനുള്ള ശ്രമം കൂടി ഇവിടെ BJP നടത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.